നമസ്കാരം, ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴി കന്യാകുമാരി കടലിനു സമീപം നിലകൊള്ളുന്നു. ഇന്നലെ രാവിലെ മുതലാണ് ശ്രീലങ്ക കടന്ന് ചക്രവാതച്ചുഴി കന്യാകുമാരി കടലിൽ എത്തിയത്. ബംഗാൾ ഉൾക്കടലിൽ തന്നെ മറ്റൊരു ചക്രവാതച്ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് സിസ്റ്റങ്ങൾ കാറ്റിനെ തെക്കൻ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആയതിനാൽ തെക്കൻ തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കന്യാകുമാരിയിലും നാഗർകോവിലിലും ഇതിന്റെ ഭാഗമായുള്ള മഴ ലഭിക്കും. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മഴസാധ്യതയുണ്ട്. സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിൽ ഇന്ന് മഴസാധ്യത കുറവാണ്. ബംഗാൾ ഉൾക്കടലിൽ വടക്കുകിഴക്കൻ കാറ്റ് ശക്തമാണെങ്കിലും അവയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാതച്ചുഴിയും കന്യാകുമാരി കടലിലെ ചക്രവാതച്ചുഴിയും തടസ്സപ്പെടുത്തുകയാണ്. ഇവ ദുർബലമാകുന്നതോടെ മാത്രമേ ഇനി സ്വാഭാവികമായ മഴ ലഭിക്കൂ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്നും നാളെയും മഴ കുറഞ്ഞു നിൽക്കാനാണ് സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് വടക്കിലും മധ്യത്തിലും തെക്കിലും മഴ ലഭിച്ചിരുന്നു. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ തിരികെ എത്തുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.